കേവലം രണ്ട് ചാനലുകൾ തമ്മിലുള്ള തർക്കം എന്നതിനപ്പുറം ഈ രണ്ട് ചാനലുകൾക്കപ്പുറത്ത് മറ്റ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത വാർത്തകൾ തന്നെയാണ് ഇവർ ഈ പറയുന്ന വിഷയങ്ങളെല്ലാം. അതിൽ പ്രധാനമായി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾ ഡൽഹിയിൽ നിന്ന് വന്ന വാർത്തയാണ്. അത് റിപ്പോർട്ടർ ചാനലിൽ മാത്രം അത് കവർ ചെയ്ത ഒരു വാർത്തയൊന്നുമല്ല. അതിനപ്പുറത്ത് അതിന് ഒരു വാർത്താ പ്രാധാന്യമുണ്ടായിരുന്നു. ആ നിലയ്ക്ക് തന്നെയാണത് ചർച്ച ചെയ്യപ്പെട്ടതും ഒരു ഘട്ടത്തിൽ. പക്ഷേ അത് സംഭവിക്കുന്ന സമയം എന്ന് പറയുന്നത് മറ്റൊരു തരത്തിൽ നോക്കിയാൽ, ഇപ്പോൾ മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെയും പ്രതീക്ഷയോടെയും കാത്തിരുന്ന മെസ്സിയുടെ വരവ്, അല്ലെങ്കിൽ അർജൻറ്റീന ടീമിൻ്റെ വരവ് അത് മുടങ്ങി എന്നുള്ള ഒരു വാർത്ത, അതായത് അത് നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ട സമയത്ത് നടക്കില്ല എന്ന മട്ടിലുള്ള വാർത്ത പുറത്തു വന്നതോടെയാണ് ഇതിൻ്റെ സ്വഭാവവും രൂപവും മൊത്തം മാറുന്നത്. മാത്രമല്ല, അത് രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളിലേക്ക് വഴിമാറി. കാരണം ഈ സർക്കാർ ഈ കാര്യത്തിൽ മെസ്സിയുടെ വരവിനെ പിന്തുണയ്ക്കുന്നു, ആ നിലയ്ക്ക് മറ്റൊരു തരത്തിൽ റിപ്പോർട്ടർ ചാനലിനെയും പിന്തുണയ്ക്കുന്നു, അല്ലെങ്കിൽ അവരാണല്ലോ അതിൻ്റെ സ്പോൺസേഴ്സ്, അവരെ പിന്തുണയ്ക്കുന്നു എന്നുള്ള ചർച്ച വന്നു. സ്വാഭാവികമായും അത് കൗതുകമുള്ള വിഷയമാണ്. ആളുകളെല്ലാവരും ആ നിലയ്ക്ക്, പ്രത്യേകിച്ച് ഈ പ്രതിപക്ഷ പാർട്ടികൾ, അവർക്ക് വേണ്ടത്ര പിന്തുണ അവിടെ നിന്ന് ലഭിക്കുന്നില്ല, മാധ്യമ സ്ഥാപനത്തിൽ നിന്നുള്ള പരാതിയൊക്കെയുള്ള സാഹചര്യം കൂടിയുള്ളത് കൊണ്ട് അവർ കർശനമായ നിലപാട് ആ വിഷയത്തിൽ സ്വീകരിച്ചു. തീർച്ചയായും അവർക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടായാൽ ആ ആരോപണങ്ങളെല്ലാം ഉന്നയിക്കേണ്ടതാണ്, അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. കാരണം അവരുന്നയിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്? ഇവിടെ വലിയ തുകയ്ക്കുള്ള കള്ളപ്പണ ഇടപാട് നടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു. 70 കോടിക്ക് സ്റ്റേഡിയം നന്നാക്കും എന്ന് പറയുന്നത് ഒരു കാരണവശാലും അത് അത്രയും ചിലവാക്കാനുള്ള ഒരു പദ്ധതിയല്ല. 70 കോടി മുടക്കും എന്ന് പ്രഖ്യാപിച്ചിട്ട് ആ പണം വെളുപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് എന്നുള്ള ആരോപണം വരുമ്പോൾ അത് പൊതുസമൂഹത്തിനെ ബാധിക്കുന്ന വിഷയം തന്നെയാണ്. മാത്രമല്ല, നമുക്കും ആ കാര്യത്തിൽ വ്യക്തത വേണം. സർക്കാർ ഒരു ഘട്ടത്തിൽ ഇടപെട്ടിട്ടുള്ള ഒരു വിഷയമാണത്. തീർച്ചയായും അത് സ്പോൺസേഴ്സ് പറയുന്നത് എന്താണ്? അത് വ്യക്തത വരുത്തും. ഈ കാര്യത്തിൽ വ്യക്തതയുണ്ട്. നിങ്ങൾ ഡിസംബർ 1 വരൂ, നിങ്ങളത് കാണൂ, സ്റ്റേഡിയം കാണൂ എന്നാണ്.